ഹായ് ഫ്രണ്ട്സ്, ആർഫ്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഗ്ലോബൽ ഫ്യൂച്ചർ മാർക്കറ്റൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗിഫ്റ്റ് നിഫ്റ്റി 0.33% നെഗറ്റീവ് ആണെന്ന് കാണാം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ആ രീതിയിലുള്ള ഒരു നേരിയ ഇടിവ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ അമേരിക്കയുടെ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയേക്കാൾ വളരെ ഭീകരമായ ഇടിവാണ് അവിടേക്ക് ഉണ്ടായിട്ടുള്ളത്. നാസ്ഡാക്ക് ഒക്കെ 3% കൂടുതൽ ഇടിഞ്ഞതാണ്. യൂറോപ്യൻ മാർക്കറ്റിൽ ജർമ്മനിയുടെ ഡാക്സ് നെഗറ്റീവിലാണെങ്കിലും ഫ്രാൻസിന്റെയും UK-യുടെയും ഇൻഡെക്സ് പോസിറ്റീവിലാണെന്ന് കാണാം. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ തായ്ലാന്റ്, ജക്കാർത്ത, അതുപോലെ ജപ്പാൻ, ഈ 3 ഇൻഡെക്സുകൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ഇൻഡെക്സുകളും ഇപ്പോൾ സിംഗപ്പൂർ, ചൈന, കൊറിയ, ഹോങ്കോങ്, ഇവിടെയൊക്കെ 1% മുതൽ 5% വരെയുള്ള വീഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി വേൾഡ് മാർക്കറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിന്റെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പെർഫോമൻസ് അത്ര മോശമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്ലോബൽ വീക്ക്നെസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഴ്ച മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായത്. നമ്മുടെ ഡൊമസ്റ്റിക് ക്യൂസ് ഒക്കെ ഇപ്പോഴും സ്ട്രോങ് ആണെങ്കിലും ഏറ്റവും അധികം നമ്മളെ വറി ചെയ്യുന്ന കാര്യം ഇന്ത്യൻ റൂപ്പിയുടെ ഫോളാണ്. എന്നാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള മൊത്തത്തിലുള്ള പല കറൻസികളും നമ്മൾ പരിശോധിച്ചാൽ ഡോളറിനെതിരെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കറൻസി ഇന്ത്യൻ റൂപ്പി മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ റൂപ്പി ചരിത്രത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കായിട്ടുള്ള 94.85 എന്ന ലെവലിൽ വരെ എത്തിയിരുന്നു. അപ്പോൾ ഏകദേശം ലാസ്റ്റ് വീക്ക് 0.8% മുതൽ 1% വരെയുള്ള ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ രൂപയേക്കാൾ മോശം പ്രകടനം കാഴ്ചവെച്ച കറൻസികൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മെക്സിക്കൻ പെസോ അത് 1% കൂടുതൽ ഇടിഞ്ഞിരുന്നു. അതുപോലെ ബ്രിട്ടീഷ് പൗണ്ടും 0.5% മുതൽ 0.7% വരെ ഇടിവ് നേരിട്ടിട്ടുണ്ട്. ഇനി യൂറോ 0.2% മുതൽ 0.4% വരെ ഇടിവുണ്ടായി. ഏഷ്യൻ കറൻസികളിൽ ജപ്പാന്റെ യെന്നും കൊറിയയുടെ വോണും അതൊക്കെ ഇടിവ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഇടിവ് കുറച്ചുകൂടി താരതമ്യേന കൂടുതലാവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ അമിതമായിട്ടുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കാരണമാണ്. കാരണം ക്രൂഡ് ഓയിൽ പേയ്മെൻറ്റ് നടത്തുന്നത് ഡോളറിലാണ്. അപ്പോൾ അതിൻ്റേതായ സമ്മർദ്ദം നമ്മൾ ഇന്ത്യൻ രൂപയിൽ ഉണ്ടായി എന്ന് മാത്രം. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് തണുക്കുന്നതോടുകൂടി ആ ഒരു സമ്മർദ്ദം കുറയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ ഓവറോൾ കഴിഞ്ഞ ആഴ്ചയുടെ പെർഫോമൻസ് 1.28% നെഗറ്റീവാണ്. മിഡ് ക്യാപ്പ് 150യിലും ഏകദേശം ഇതേപോലെയുള്ള ഒരു പ്രകടനമാണ് കാണാൻ കഴിയുക. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50യും അതുപോലെ മൈക്രോ ക്യാപ്പ് 250യും 2% കൂടുതലുള്ള വമ്പിച്ച ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. താരതമ്യേന കുറച്ചുകൂടി പ്രതിരോധിച്ചു നിന്നത് സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് ആണെന്ന് കാണാം. അവിടെ 1% താഴെയുള്ള ഒരു ഇടിവ് മാത്രമാണ് ഉണ്ടായത്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ IT-യും ഫാർമയും ഒഴിച്ചിട്ടുള്ള എല്ലാ സെക്ടറുകളും നെഗറ്റീവായിരുന്നു. IT-യും ഫാർമയും ഒരു ഡിഫെൻസീവ് പ്ലേ ആയിട്ട് അവിടെ നിൽക്കുന്നത് കാണാം. പ്രത്യേകിച്ച് റൂപ്പിയിലുണ്ടായിട്ടുള്ള ഇടിവ് കാരണമാണ് IT ഫാർമ സ്റ്റോക്കുകളിലുള്ള ഒരു പോസിറ്റീവ് ബൈങ് നമ്മൾ കണ്ടത്. അപ്പോൾ മെറ്റൽ, അതുപോലെ ബാങ്ക് ഇൻഡെക്സുകൾ, റിയാലിറ്റി, ഇതൊക്കെ ഹെവി ആയിട്ട് ഫോൾ ചെയ്തതായിട്ട് കാണാം. 2% മുതൽ 4% വരെ അവിടെ ഇടിവുണ്ടായതായിട്ട് കാണാം. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് അടുത്ത ആഴ്ച 3 ട്രേഡിംഗ് ഡേ മാത്രമേ ഉള്ളൂ. മാർച്ച് 31 ചൊവ്വാഴ്ച മഹാവീർ ജയന്തിയുടെ അവധിയാണ്. അതുപോലെ ഏപ്രിൽ 3 വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേയുടെ അവധിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 ദിവസങ്ങളിൽ വലിയ വോളറ്റിലിറ്റിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള യുദ്ധത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം. US ഇറാൻ തർക്കങ്ങൾ, അതുപോലെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ, അത് വിപണിയെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് പുതിയ വാർത്തകളും അത് അനുകൂലമാവാം അല്ലെങ്കിൽ പ്രതികൂലമാവാം, അത് മാർക്കറ്റിനെ മുന്നോട്ടേക്കോ പിറകോട്ടേക്കോ വലിച്ചേക്കാം. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹെഡ്ലൈൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ന്യൂസ് ഹെഡ്ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒരു സെൻറ്റിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ടോ പുറകോട്ടോ പോകുന്നത്. പൊതുവേ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം, അമേരിക്കയൊക്കെ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ ഇസ്രായേലെ എത്രയും പെട്ടെന്ന് മാക്സിമം ഡാമേജ് ഇറാനിൽ ഉണ്ടാക്കിക്കൊണ്ട് പിന്മാറാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ ഇറാൻ മാത്രമാണ് ഇപ്പോൾ യുദ്ധം നിർത്താനുള്ള യാതൊരു പ്ലാനും അവരുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഘടകം. കാരണം അവർക്ക് ഉണ്ടാകാനുള്ള മാക്സിമം ഡാമേജ് ഓൾറെഡി അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് അവരുടെ ലീഡേഴ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്നൊരു മാനസികാവസ്ഥയിലുള്ള ഒരു യുദ്ധമാണ് അവരിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മിലിറ്ററിയാണ് ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ, നമുക്കറിയാം, ഏതൊരു മിലിറ്ററിയും ഒരു യുദ്ധത്തിൽ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിവിലിയൻസിൻ്റെ താല്പര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഈ ഒരു സിനാരിയോയിൽ നേരിടുന്ന ഏറ്റവും വലിയ അപകടകരമായിട്ടൊരു കാര്യം. അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് നമ്മൾ കണ്ടതാണ്. 100-ൽ താഴെ പോയ ക്രൂഡ് ഓയിൽ പ്രൈസ് കഴിഞ്ഞ ആഴ്ച അത് വീണ്ടും തിരിച്ച് 112 തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇത് ഇന്ത്യയെ പോലെ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത ആഴ്ച ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കും. അതുപോലെ നെക്സ്റ്റ് വീക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ഡൊമസ്റ്റിക് ഡാറ്റകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് GST കളക്ഷൻ ഡാറ്റ ഏപ്രിൽ 1 പുറത്തു വരും. നമുക്കറിയാം GST കളക്ഷൻ നമ്മുടെ ആഭ്യന്തര സാമ്പത്തിക വളർച്ചയുടെ ഒരു സൂചന നൽകുന്ന ഒരു കാര്യമായിരിക്കും. GST കളക്ഷൻ കൂടുകയാണെങ്കിൽ നമുക്ക് കൺസംഷൻ വർദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ വരാൻ പോകുന്നത് ഓട്ടോ സെയിൽസ് ഡാറ്റയാണ്. അപ്പോൾ വാഹന നിർമ്മാണ കമ്പനികളുടെ മാർച്ചിലെ വിൽപ്പന കണക്കുകൾ ഈ ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് വരിക. അത് ഓട്ടോ സെക്ടറിലെ ഓഹരികളിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ സഹായകമാകും. ഇത് കൂടാതെ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ അതും നെക്സ്റ്റ് വീക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു രാജ്യത്തെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ സൂചന നൽകുന്ന ഒരു ഡാറ്റയാണ് ഈ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് സാമ്പത്തിക ഭദ്രത എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിഫ്റ്റിയുടെ ഒരു ചാർട്ടിൽ അതിൻ്റെ ഒരു ലെവലുകൾ നോക്കുകയാണെങ്കിൽ 22,400 22,250 റേഞ്ചിൽ ശക്തമായ ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മുകളിലോട്ട് 23,000 കടന്നാൽ മാത്രമേ ഒരു തിരിച്ചുപോക്കിൻ്റെ സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് മൺഡേ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വളറ്റിലിറ്റി നമുക്ക് ആ ദിവസം പ്രതീക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. എങ്കിലും നാളെ മോർണിംഗിലുള്ള ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സൂചിക നോക്കിക്കൊണ്ട് മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ ഓപ്പണിംഗ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഗ്ലോബൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും ഒരു സെൽ ഓൺ റേസ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ ഉയർച്ചയിലും സെല്ലിംഗ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിലുള്ള ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കൂടാതെ ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 26, 27 എന്ന ലെവലിലാണ്. ഇത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഇന്ത്യ വിക്സ് ആണ്. ഇത് 30 മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് എക്സ്ട്രീം ഡേഞ്ചറസ് ആണ്. ആ രീതിയിൽ പോയപ്പോഴൊക്കെ മാർക്കറ്റിൽ വലിയ തോതിൽ ഇടിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 25 താഴെ വരുന്നതോടുകൂടി മാത്രമേ അപകടം ഒഴിവാഴിയെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്സ് നമ്മൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യേണ്ട ഒരു സൂചികയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഓട്ടോമൊബൈൽ സെക്ടറാണ്. കാരണം ഏപ്രിൽ 1 ഈ ഒരു ഓട്ടോ സെയിൽസ് ഡാറ്റ വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഒരു സെയിൽസിൽ ഉണ്ടാകുന്ന വർധനവ് എത്രമാത്രം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, ബജാജ് ഓട്ടോ പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഇവിടെ ലൈം ലൈറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെയാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളും നെക്സ്റ്റ് വീക്ക് പ്രധാനപ്പെട്ട ഫോക്കസിൽ വരുന്ന സ്റ്റോക്കുകളാണ്. കാരണം മാർച്ച് 31 എന്ന് പറയുന്നത് നമുക്കറിയാം ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമായിരിക്കും ബാങ്കുകളുടെ ബിസിനസ് അപ്ഡേറ്റുകളും അവരുടെ നിക്ഷേപ സമാഹരണ കണക്കുകളും ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് വീക്ക് മുതൽ വരാൻ തുടങ്ങും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ബാങ്കിങ് സ്റ്റോക്കുകളിലും ഒരു അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI, ആക്സിസ് പോലെയുള്ള മുൻനിര ബാങ്കുകൾ തീർച്ചയായിട്ടും ഫോക്കസിൽ വരുന്നതാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് തീർച്ചയായിട്ടും ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത് എനർജി ആൻഡ് ഓയിൽ സെഗ്മെൻറ്റാണ്. കാരണം ഈ ജോഗ്രഫിക്കൽ ടെൻഷൻസ് കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്, ONGC, BPCL, HPCL പോലെയുള്ള സ്റ്റോക്കുകൾ. ഇപ്പോൾ എണ്ണവില വർദ്ധിക്കുന്നത് ONGCയും ഓയിൽ ഇന്ത്യ പോലെയുള്ള കമ്പനികൾക്കും വളരെ പോസിറ്റീവാണ്. എന്നാൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലായിട്ടുള്ള BPCL, HPCL അതിനൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ തീർച്ചയായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് IT സെക്ടറാണ്. കാരണം രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയുന്നത് ഇപ്പോൾ 94.8 എന്ന ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇനിയും ഇടിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് IT സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിക്കപ്പെട്ടേക്കാം. കാരണം അവരുടെ വരുമാനം ഡോളർ ലഭിക്കുന്നതിനാൽ രൂപ എത്രത്തോളം വീക്കാകുന്നോ അത്രത്തോളം കമ്പനികളുടെ ലാഭം വർദ്ധിക്കും. ഇനി ഗോൾഡ്, സിൽവർ ETF നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ആഴ്ച ഗോൾഡ് ബീസ് അത് ഏകദേശം 3.68% അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ അതൊരു മേജറായിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. അതേപോലെ തന്നെ സിൽവർ ETF-ലും അതൊരു 5.34% അപ്സൈഡ് പോയതായിട്ട് കാണാം. അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ ഗോൾഡ് ഡോളർ പെർ ഔൺസിൽ നമ്മൾ കാണുന്നത് $4,400 മുതൽ $4,500 എന്ന നിലവാരത്തിലാണ്. എന്നാൽ ഇന്ത്യ വിപണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രൂപയുടെ മൂല്യം കുറയുന്നതിനാൽ സ്വർണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോളർ ഇൻഡെക്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിച്ചിരുന്നു. അത് 100 മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് എത്രമാത്രം നെക്സ്റ്റ് വീക്ക് ഈ ഗോൾഡ് സിൽവറിനെ ബാധിക്കുമെന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ഇതുകൂടാതെ റഷ്യ തങ്ങളുടെ റിസർവിൽ നിന്നും വൻതോതിൽ സ്വർണം വിൽക്കുന്നുണ്ട് എന്ന വാർത്ത വ്യാപകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ യുക്രൈൻ യുദ്ധച്ചെലവുകളും അതുപോലെ അവരുടെ ബജറ്റ് കമ്മി നികത്തുന്നതിനുമായിട്ട്
റഷ്യൻ സെൻട്രൽ ബാങ്ക് ഏകദേശം 25 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിൽപ്പനയാണ് മാർച്ചിൽ നടത്തിയത്. ഏകദേശം 15 ടണ്ണിലധികം അവർ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അപ്പോൾ സാധാരണഗതിയിൽ വലിയ വിൽപ്പന നടക്കുമ്പോൾ വില കുറയേണ്ടതാണ്. എന്നാൽ റഷ്യയുടെ വിൽപ്പനയേക്കാൾ കൂടുതൽ ഡിമാൻഡ് മറ്റ് സെൻട്രൽ ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും ഉള്ളതിനാലാണ് വില വലിയ തോതിൽ ഇടിയാത്തത്. ഇപ്പോൾ സ്വർണം അതിൻ്റെ റെക്കോർഡ് ലെവലിലായതുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ അത് വിൽക്കുന്നത്. കാരണം അത് അവർക്ക് വലിയ തോതിലുള്ള പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ചുരുക്കത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചെലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം അത്തരത്തിൽ അവർ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. എങ്കിലും അത് മാർക്കറ്റിൽ ഒരു ഷോർട്ട് ടേം ഇമ്പാക്റ്റ് മാത്രമാണ് ഉണ്ടാക്കുക എന്നാണ് പൊതുവെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ IPO മാർക്കറ്റ് വലിയ തോതിൽ ഉണർന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ വീക്കായിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് കാരണം പുതിയ IPOകളൊന്നും വരുന്നില്ല എന്ന് കാണുകയും നെക്സ്റ്റ് വീക്ക് പുതുതായിട്ട് യാതൊരു IPOയും ഇല്ലാത്ത മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.